ക്ഷമയെപ്പറ്റിയുള്ള തിരുവചനങ്ങൾ, ഈശോ അരുളി ചെയ്തിട്ടുള്ള നിരവധി ദൈവവചനങ്ങൾ എല്ലാ ധ്യാനവേളകളിലും നമ്മൾ ശ്രവിക്കുന്നുണ്ട്. എന്നാൽ ഈശോയുടെ വ്യക്തിത്വവുമായി ചേർന്ന് നിന്ന് ക്ഷമിക്കുന്ന കർത്താവിൻ്റെ സ്വഭാവം പ്രകടമാക്കുന്ന ഒരു ദൈവവചനമാണ് നമ്മൾ ഈ വചന സന്ദേശത്തിൻ്റെ ആരംഭവചനമായി ശ്രവിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 49ഉം 50ഉം വചനങ്ങൾ നമ്മൾ ശ്രവിക്കുന്നുണ്ട്. യോഹന്നാൻ പറഞ്ഞു, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. യേശു പറഞ്ഞു, അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്കെതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഈ തിരുവചനത്തിൽ എവിടെയാണ് ക്ഷമയുടെ സന്ദേശമുള്ളത് എന്ന് നമുക്കൊരുപക്ഷെ സംശയം തോന്നിയേക്കാം. ഒന്നുകൂടി ആഴത്തിൽ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ക്രിസ്തീയമായ ക്ഷമയുടെ എല്ലാ അർത്ഥവും ഈശോ ചേർത്ത് വെച്ച് അരുളി ചെയ്തൊരു വചനമാണിത്. നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അൾത്താരയിലല്ല. ഞാൻ നിൽക്കുന്നത് എൻ്റെ ആശ്രമത്തിലാണ്, എൻ്റെ സമൂഹത്തിലാണ്. ഞാൻ ഏതൊക്കെ ദൈവവചനം കേട്ടാലും പ്രസംഗിച്ചാലും എനിക്ക് ജീവിക്കേണ്ടത് എൻ്റെ സമൂഹത്തിലാണ്, എൻ്റെ സഹോദരങ്ങളോടൊപ്പമാണ്, എൻ്റെ വൈദിക സഹോദരങ്ങളോടൊപ്പമാണ് എനിക്ക് ജീവിക്കേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ ആശ്രമത്തിലാണ്, എൻ്റെ സഭയിലാണ്. അവിടെ നിന്നുകൊണ്ട് ഞാൻ ഈ വചനം പ്രാർത്ഥനാപൂർവം ഒരിക്കൽ കൂടി ഉദീരണം ചെയ്യുകയാണ്. നിനക്ക് എതിരല്ലാത്തവൻ നിന്റെ ഭാഗത്താണ്. എതിരില്ലാതിരിക്കുക എന്ന് ഈശോ പറയുമ്പോൾ എനിക്ക് അതിരില്ലാതിരിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. എതിരാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരാവുക എന്ന് തന്നെയല്ലേ അർത്ഥം? നീ എൻ്റെ എതിരാളിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്താണ് ആളുന്നത്? മുതലാളുന്നവനാണ്, നമുക്കറിയാം, മുതൽ സ്വന്തമാക്കുന്നവൻ. എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിര് സ്വന്തമാക്കിയിരിക്കുന്നവനാണ്. എതിരെന്ന് പറഞ്ഞാൽ അതിര് സ്വന്തമാക്കിയിരിക്കുന്നവനാണ്. എൻ്റെ അതിരിൽ നിൽക്കുന്നവനാണ് എൻ്റെ എതിരാളി. അവനെയാണ് നമ്മൾ മലയാള ഭാഷയിൽ, മനസ്സിലാകുന്ന ഭാഷയിൽ ശത്രു എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈശോ പറയുന്നു, നീ എന്നെ അനുഗമിക്കുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, നീ എൻ്റെ കൂടെയാണ് നടക്കുന്നതെങ്കിൽ നിനക്ക് എതിരുണ്ടാവരുത് എന്ന് പറയുകയാണ്. എതിരുണ്ടാവരുത് എന്ന് പറഞ്ഞാൽ അതിരുണ്ടാവരുത് എന്ന് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ മനസ്സിലാക്കുമ്പോൾ, എൻ്റെ ഇരുപുറവും ജീവിക്കുന്ന, എൻ്റെ ഇരുപുറവും ഇരുന്നുണ്ണുന്ന, എൻ്റെ ഇരുപുറവും നിന്ന് എൻ്റെ ബലിയിൽ പങ്കുചേരുന്ന, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എൻ്റെ സമൂഹത്തിലെ അംഗങ്ങളിലേക്ക് ഞാൻ നോക്കുമ്പോൾ ഈ വചനം വളരെയേറെ അങ്ങ് പൊലിക്കുകയാണ്, പൂത്തുലയുന്നുണ്ട്. ഞാൻ പലർക്കും അതിരുകൾ കെട്ടിയിരിക്കുന്നു എന്നതാണ് എൻ്റെ ദുഃഖം. എൻ്റെ സന്യാസത്തിൻ്റെ സമൂഹ ജീവിതത്തെ പറ്റി ഇന്നലെ നമ്മൾ ധ്യാനിച്ചു. കമ്മ്യൂണിറ്റി ഈസ് ദ സോഴ്സ് ഓഫ് മൈ ഇമ്മ്യൂണിറ്റി എന്ന് നമ്മൾ ധ്യാനിച്ചു.
ഞാൻ ജീവിക്കുന്ന എൻ്റെ സമൂഹമാണ് എൻ്റെ അതിജീവനത്തിൻ്റെ ഊർജം എന്നിൽ നിറയ്ക്കുന്ന ഉറവ. അങ്ങനെയെങ്കിൽ ഈ സമൂഹത്തിൽ എനിക്ക് അതിരുകൾ ഉണ്ടാകരുത് എന്നതാണ് ഈശോ എന്നോട് ആവശ്യപ്പെടുന്ന സ്നേഹത്തിൻ്റെ പ്രായോഗിക പരിശീലന പാഠം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിരുകളുള്ളവൻ എതിരുകളുള്ളവനാണ്, അവൻ എൻ്റെ ശിഷ്യനല്ല എന്ന് ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. പഴയ കഥ നമ്മളൊക്കെ ഓർത്തിട്ടുണ്ട്, നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ട്രസ്പാസേഴ്സ് വിൽ ബി പ്രോസിക്യൂട്ടഡ് എന്നൊക്കെ പാഠപുസ്തകത്തിൽ വലിയ സ്ലഗൊക്കെ എഴുതി വെച്ച ഓസ്കാർ വൈൽഡിൻ്റെ സെൽഫിഷ് ജൈൻറ്റ് എന്ന കഥ. മനുഷ്യരെ എൻ്റെ പരിധിക്കകത്ത് കയറ്റാൻ മതില് കെട്ടിക്കഴിഞ്ഞപ്പോൾ മലരുകളൊക്കെ അടർന്നു വീണ് മ്ലാനത പടർന്ന ഒരു പൂന്തോട്ടത്തിൻ്റെ, പൂക്കളില്ലാത്ത തോട്ടത്തിൻ്റെ കഥയാണത്. മതിലുകൾ ഇടിച്ചു കളഞ്ഞപ്പോൾ, അതിരുകൾ ഇടിച്ചു കളഞ്ഞപ്പോൾ, എതിരുകൾ ഇല്ലാതെയായപ്പോൾ മനുഷ്യർ അരികിലേക്ക് വരികയും കുഞ്ഞുങ്ങൾ അരികിലേക്ക് വരികയും എൻ്റെ മനസ്സും എൻ്റെ ജീവിതവും പൂത്തുലയുകയും ചെയ്യുന്നതിൻ്റെ മനോഹരമായ ദൃശ്യാവിഷ്കാരം എൻ്റെ സന്യാസ ആശ്രമത്തിൻ്റെ ദൃശ്യാവിഷ്കാരമാണ്. എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ കഥയാണത്. എന്നൊക്കെ ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ, ആരുടെയെങ്കിലും മുമ്പിൽ അതിര് തീർത്തിട്ടുണ്ട്. നീ ഇവിടെ വരെ വന്നാൽ മതി. അതാണല്ലോ ഈ അതിര് എന്ന് പറയുന്നത്. അതിര് മുറിച്ച് അകത്ത് കടന്നാലാണ് ഇപ്പോൾ പ്രശ്നം. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള വാഗ്വാദത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം അതാണ്. അതിര് ഭേദിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ സന്യാസ ജീവിതത്തിൻ്റെ അതിര് എന്ന് പറയുന്നത് ഈശോയുടെ ഭാഷയിൽ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു രേഖയാണ്. ഇവിടെ നീ എന്നിലേക്ക് ഒരു കുളിർക്കാറ്റ് പോലെ, കാറ്റുപോലെ എന്നിലേക്ക് നീ ഒഴുകിയെത്തുക, ഞാൻ നിന്നിലേക്ക് ഒരു കാറ്റുപോലെ ഒഴുകിയെത്താം എന്ന് പറയുന്ന ഈ ഒരു പാരസ്പര്യമുണ്ടല്ലോ, ഈ ഒരു അന്യോന്യമുണ്ടല്ലോ, ഇതിനാണ് നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ ക്ഷമ എന്ന് പറയുന്നത്, ഇതിനാണ് നമ്മൾ സന്യാസത്തിൻ്റെ സാഹോദര്യം, സമൂഹ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ സമർപ്പണ ജീവിതത്തിന് ഈ ക്ഷമ എന്ന് പറയുന്നത് സമർപ്പിതയുടെ ശരീരഭാഷയാണ്. എപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയുന്നവരുടെ ശരീരഭാഷയും ക്ഷമിക്കാൻ കഴിയാത്തവരുടെ ശരീരഭാഷയും തമ്മിൽ വളരെയേറെ പ്രകടമായ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിരുകൾ മാറ്റി വരയ്ക്കുക എന്നുള്ളതാണ്. വളരെ പ്രശസ്തമായൊരു പാട്ട് നമ്മൾ പണ്ട് പാടിക്കൊണ്ടിരുന്നതാണ്, ഇന്നും പാടുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ തദേവൂസ് അരവിന്ദ് തച്ചൻ്റെ മനോഹരമായ പാട്ടാണ് അതിരുകളില്ലാത്ത സ്നേഹം. ആ പാട്ട് നമ്മൾക്ക് എതിരുകളില്ലാത്ത സ്നേഹം എന്ന് പാടാം. എതിരുകളില്ലാത്ത സ്നേഹം, അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം. ഈ അതിര് മാറ്റി വരയ്ക്കുന്ന ദൈവത്തെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്. 18-ാമത്തെ അധ്യായത്തിൽ ഈ അതിരുകൾ ഇങ്ങനെ മാറ്റി വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുമിച്ച് നടക്കുന്ന സമയത്ത് തമ്പുരാൻ മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യം അബ്രാഹത്തോട് പറയണമോ വേണ്ടയോ? പറഞ്ഞേക്കാം. സോദോം ഗൊമോറയെ തീയിട്ട് നശിപ്പിക്കാൻ തീരുമാനിച്ച തീരുമാനം അബ്രാഹത്തോട് പറയുകയാണ്. അപ്പോൾ അബ്രാഹം ചോദിക്കുന്നു, കർത്താവേ, അങ്ങ് പറയുന്ന തിന്മ ചെയ്യുന്നവരോടൊപ്പം നീതിമാന്മാരും നശിച്ചു പോകണമെന്ന് അങ്ങ് തീരുമാനിക്കുകയോ? അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകാതിരിക്കട്ടെ. എന്നിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു 23-ാമത്തെ വചനത്തിൽ അബ്രാഹാം കർത്താവിനോട് ചോദിക്കുകയാണ്, 50 പേർ, നീതിമാന്മാരായിട്ടുള്ള 50 പേർ ഇവിടെ ഈ നഗരത്തിലുണ്ടെങ്കിൽ ഇത് നശിപ്പിക്കാതിരിക്കാമോ? എല്ലാവരും നീതിമാന്മാരായിരിക്കണം എന്നതാണ് കർത്താവിൻ്റെ കൽപ്പന. ആ കൽപ്പനയ്ക്ക് മാർജിനില്ല. മാർജിനില്ലാത്ത ദൈവകൽപ്പനയ്ക്ക് മാർജിൻ വരയ്ക്കുകയാണ് അബ്രാഹാം. എത്രയാണ് ഈ മാർജിൻ? ആയിരക്കണക്കിന് ജനങ്ങളുള്ള നഗരത്തിൽ മാർജിൻ അങ്ങേ അറ്റത്തെത്തി. 50 പേരെങ്കിലും ഉണ്ടെങ്കിൽ, അത്ര സ്പേസ് കുഴപ്പം ഇല്ലാത്തതുണ്ടെങ്കിൽ
നീ നശിപ്പിക്കാതിരിക്കാവോ ചോദിക്കുകയാണ്. തമ്പുരാൻ ഒരു മാർജിനും വരയ്ക്കാതിരുന്ന പേജിൽ അങ്ങേയറ്റത്ത് കൊണ്ടുപോയി ഒരു മാർജിൻ വരച്ചിട്ട് പറയാണ്, അതിരുകൾ അങ്ങ് മാറ്റി വരച്ചിട്ട് പറയാണ് 50 പേരുണ്ടെങ്കിൽ ഓക്കെ. നമുക്കറിയാം ആ സംഭാഷണത്തിന്റെ ഒടുക്കം എങ്ങനെയായിരുന്നുവെന്ന്. 10 പേരുണ്ടെങ്കിൽ ചോദിക്കുകയാണ്. അപ്പൊ പേജിന്റെ അങ്ങേ അറ്റത്തിന്റെ അറ്റത്തെത്തി. 10 പേരുണ്ടെങ്കിൽ മാർജിൻ അങ്ങേയറ്റത്തെത്തി. തമ്പുരാൻ പറയണം 10 പേരുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ നശിപ്പിക്കില്ല. 10 നീതിമാന്മാരുണ്ടെങ്കിൽ, എത്ര പേർ തിന്മ ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ക്ഷമിക്കാം എന്ന് തമ്പുരാൻ പറയുകയാണ്. അതിരുകൾ മാറ്റിവരയ്ക്കുന്ന ദൈവം. എതിരുകൾ ഇല്ലാതെയാകണം, എതിരില്ലാത്തവൻ എൻ്റെ അരികിലാണ് എന്ന് പറയുന്ന ഈശോയുടെ വചനം ആ വചനത്തിൻ്റെ ഒരു മറുഭാഷയാണ്, പരാവർത്തനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സമൂഹ ജീവിതത്തിൽ എൻ്റെ അതിരാളികൾ ആരാണ്? എൻ്റെ സന്യാസി ജീവിതത്തിലെ എൻ്റെ അതിരാളികൾ ആരാണ്? എൻ്റെ അതിരുകളിൽ എനിക്കെതിരെ നിൽക്കുന്നത് ആരൊക്കെയാണ് എന്ന് ഞാൻ ഈശോയുടെ തിരുമുമ്പിൽ നിന്നുകൊണ്ട് സ്വയം വിചിന്തനം ചെയ്യും. ആരൊക്കെയായിരുന്നു എൻ്റെ അതിരാളികൾ? ആരോടും ശത്രുതയില്ലാത്ത ഒരു മനസ്സ് ഈശോ എന്നോട് ചോദിക്കുകയാണ്. ആരോടും ശത്രുതയില്ലാത്ത ഒരു മനസ്സിന് അത്ഭുതം ചെയ്യാൻ കഴിയും എന്ന് ഈശോ എന്നെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 3 മുതൽ ഉള്ള തിരുവചനങ്ങളാണ്. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം അവൻ നിനക്കെതിരായി പാപം ചെയ്യുകയും 7 പ്രാവശ്യവും തിരിച്ചു വന്ന് ഞാൻ പശ്ചാത്തപിക്കുന്നു എന്ന് പറയുകയും ചെയ്താൽ നീ അവനോട് ക്ഷമിക്കണം. അപ്പോൾ അപ്പസ്തോലന്മാർ ഈശോയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഈശോയോട് അപേക്ഷിക്കുകയാണ്. എന്താണത് എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. 7 പ്രാവശ്യവും നിന്നോട് തെറ്റ് ചെയ്തവൻ 7 തവണയും വന്ന് ക്ഷമ ചോദിച്ചാൽ ക്ഷമിക്കണം അവനോട് എന്ന് പറഞ്ഞ ഈശോയോട് ഉടനെ ശിഷ്യന്മാർ ചോദിക്കുന്നത് ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. ഈ വചനം വായിക്കുമ്പോൾ നമ്മൾ ധ്യാനിക്കുന്ന ഒരു വിചാരമുണ്ട്. ആരിലുള്ള വിശ്വാസമാണ് വർദ്ധിപ്പിക്കാൻ ഈ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത്? എന്തിലുള്ള വിശ്വാസമാണ് വർദ്ധിപ്പിക്കാൻ ഈ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഈശോ പറയുന്ന മറുപടി എന്താണ്? നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമൂർ മരത്തോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വേരുറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിക്കും എന്ന് ഈശോ പറയാണ്. അപ്പോൾ ഇത് വായിച്ച് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു പുതിയ ദർശനമുണ്ട്. പാരസ്പര്യത്തിൻ്റെ ഒരു ദർശനമുണ്ട്, ക്ഷമയുടെ ഒരു ദർശനമുണ്ട്. എന്താണത്? എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയും എന്ന വിശ്വാസം എൻ്റെ ഈശോ എനിക്ക് വർദ്ധിപ്പിച്ചു തന്നാൽ എൻ്റെ ഉള്ളിൽ ഈ സിക്കമൂർ മരം പോലെ വേരുറച്ചു നിൽക്കുന്ന പകയുടെ അനുഭവങ്ങൾ പറിഞ്ഞുപോയി അങ്ങ് ദൂരെ കടലിൽ ചെന്ന് വീണോളും എന്ന് പറയുന്ന ഈ ഒരു വളർച്ചയുണ്ടല്ലോ, ഒരു വിശ്വാസമുണ്ടല്ലോ, അത് എനിക്ക് എൻ്റെ സമൂഹ ജീവിതത്തിൽ തമ്പുരാൻ തരുന്ന കൃപയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ഷമിക്കാൻ കഴിയാതെ ഈ സിക്കമൂർ പോലെ ഇങ്ങനെ ആയിരക്കണക്കിന് വേരുകൾ പാകി ഇങ്ങനെ ഉറച്ചുപോയ ഓർമ്മകളെ പറിച്ചെടുക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് നിന്നോട് ക്ഷമിക്കാനുള്ള ശേഷിയുണ്ട് എന്നുള്ള വിശ്വാസം, എൻ്റെ ഈശോ എനിക്ക് ആ കൃപ തന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസം തരണമേ എന്നാണ് ഈ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുന്നത്. ഒരു വലിയ കൃപയാണ് എന്ന് ഞാൻ ഈശോയുടെ തിരുമുമ്പിലിരുന്ന് മനസ്സിലാക്കുകയാണ്. ഇതൊരു വലിയ കൃപയാണ്. സെമിനാരി പഠനകാലത്ത് ആസ്പിരൻസിൽ വരുമ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രയാസപ്പെട്ടതുമായ
ഒരു ശുശ്രൂഷയുണ്ട്. അത് എന്നെ സംബന്ധിച്ചാണ് പ്രയാസപ്പെട്ടതായിരുന്നത്. അത് ഈ തോട്ടം ശരിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ബാല്യത്തിൻ്റെ ഒരു തിമിർപ്പിൽ കളിക്കാനാണ് ആസ്പിരൻസ് ഹൗസിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും കൂടുതൽ താല്പര്യം. കളിയുടെ സമയം വരാനാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ 3:30 കാപ്പി കഴിഞ്ഞാൽ പിന്നെ തോട്ടപ്പണിയും കളിയുമാണ്. എല്ലാവരും തോട്ടം വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം എന്ന് ഞങ്ങളുടെ റെക്ടറച്ചൻ, അന്തരിച്ച ആദരണീയനായ സിൽവസ്റ്റർ പുതുശ്ശേരിയച്ചൻ വളരെ കർശനമായിട്ട് ഓർമ്മിപ്പിക്കുമായിരുന്നു. കളിയോട് കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ തോട്ടത്തിൽ കളകൾ കൂടുതൽ വളർന്നിരുന്നു. കളി കഴിഞ്ഞ് ഒരു ദിവസം വരുമ്പോൾ ഞാൻ കാണുന്നത് എൻ്റെ റെക്ടറച്ചൻ ഒരു തൂമ്പ് കൊണ്ട് എൻ്റെ തോട്ടം കിളച്ച് മറിക്കുകയാണ്. അതെനിക്ക് വലിയ ക്ഷീണമാണ്. എന്നെ കേൾക്കുന്ന സെമിനാരി പരിശീലനം പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കും അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് വരാൻ പോകുന്നതെന്ന് കൃത്യമായിട്ടറിയാം. ഞാൻ ഓടി വന്ന് തൂമ്പായുടെ കയ്യിൽ പിടിച്ചു. റെക്ടറച്ചൻ കിളയ്ക്കരുത്, ഞാൻ കിളച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം റെക്ടറച്ചൻ പറഞ്ഞു, ഇത് എത്ര തവണയായി ഞാൻ ബ്രദറിനോട് പറയുന്നു. ബ്രദറിനോടൊരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. ഒരു തോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വ്യക്തിയുടെ മനസ്സാണ്. ബ്രദറിന് ഞാൻ തന്നിരിക്കുന്ന ഈ പ്ലോട്ട്, ഈ ചെറിയ പ്ലോട്ട് അല്പമേ ഉള്ളൂ. അത് കളപറിച്ച് വൃത്തിയാക്കിയിട്ടാൻ ബ്രദറിന് പറ്റുന്നില്ലെങ്കിൽ ബ്രദറിൻ്റെ മനസ്സ് ഇതുപോലെ തന്നെയല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ മിനിങ്ങാന്ന് ചെത്തിയതാ, പക്ഷെ ഇന്നലെ മഴ പെയ്തപ്പം പിന്നെ ഇതിങ്ങോട്ട് മുളച്ചു പോയി. അതുകൊണ്ടാ ഞാൻ ചെത്തിക്കോളാം, റെക്ടറച്ചൻ തുമ്പായിങ്ങാ മതി. റെക്ടറച്ചൻ വളരെ സരസനായിരുന്നു, സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. റെക്ടറച്ചൻ പറഞ്ഞു, കളിച്ച് മടുത്ത് നിൽക്കുകയല്ലേ, അവിടെ നിൽക്കുക, ഞാൻ കിളച്ച് കാണിക്കാം എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ തൂമ്പാ കൊണ്ട് ആഴത്തിൽ കിളച്ച് എൻ്റെ തോട്ടത്തിൽ നിന്ന് ഈ പുല്ല് പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതെന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ ഒരു അരയടിയോളം താഴെ അദ്ദേഹം എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ്. ഈ മുത്തങ്ങ പുല്ലിൻ്റെ കഥയാണ്. ഒരു ചുവടിൽ നിന്ന് അടുത്ത ചുവടിലേക്ക് വേരുകൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട ഒരു വല പോലെ മുത്തങ്ങയുടെ വിത്തുകൾ ഇങ്ങനെ പാകി നിൽക്കുകയാണ്. സിൽവസ്റ്ററച്ചൻ ആ വിത്തുകൾ ഇങ്ങനെ പൊക്കിയെടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഇത് പറിക്കണം. ബ്രദർ ഈ ഇല മാത്രം വെട്ടിയിട്ട് എന്നെ കാണിക്കാൻ വേണ്ടി തോട്ടം വൃത്തിയായെന്നും പറഞ്ഞുകൊണ്ട് ഓടിയതല്ലേ, കിളച്ച് പറിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വൈദിക ജീവിതത്തിൻ്റെ ബാല്യ പരിശീലനത്തിലെ വിശുദ്ധമായൊരു നിമിഷമായി ഞാൻ പിന്നീട് ആ മുത്തങ്ങാപ്പുല്ലിൻ്റെ മണ്ണിനടിയിലുള്ള വേരുകളുടെ വലയെ ഞാൻ സ്നേഹിക്കാറുണ്ട്. എനിക്ക് എൻ്റെ സഹോദരങ്ങളുടെ കൂടെ ജീവിക്കേണ്ടി വരുമ്പോൾ, എൻ്റെ സമൂഹ ജീവിതത്തിൽ ജീവിക്കേണ്ടി വരുമ്പോൾ, ഓരോ വ്യക്തിയോടുമുള്ള എൻ്റെ ഹൃദയബന്ധത്തെ ഞാൻ വിലയിരുത്തുമ്പോൾ ഈ മുത്തങ്ങാപ്പുല്ലിൻ്റെ വേരുകൾ എൻ്റെ മനസ്സിലേക്ക് വരാറുണ്ട്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് ക്ഷമിച്ചു എന്ന് പറയുന്നത് പലപ്പോഴും ഈ പുല്ല് ചെത്തുന്നത് പോലെയാണ്. ഒരു പുഞ്ചിരിക്ക് വേണ്ടി, കഷ്ടിച്ചൊരു പുഞ്ചിരിക്ക് വേണ്ടിയുള്ള ക്ഷമ. കൂട്ടുമുറി വരുമ്പോൾ കഷ്ടിച്ചൊരു സുഖാന്വേഷണത്തിന് വേണ്ടിയുള്ള ഒരു സ്വാതന്ത്ര്യം. അതിനുമപ്പുറത്ത് നിനക്ക് എൻ്റെ അരികിലേക്ക് വരാൻ കഴിയാത്ത രീതിയിൽ അദൃശ്യമായ അതൃപ്തികളുടെ ഒരു ഒരതിര് ഞാൻ എനിക്കും നിനക്കുമിടയിൽ പണിതു വെച്ചിട്ടുണ്ടോ എന്നുള്ളത് ഈ വചനം എൻ്റെ ഉള്ളിൽ വേദനിപ്പിച്ചുകൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. ആഴത്തിൽ കിളയ്ക്കുമ്പോൾ, അനുഭവങ്ങളെ ആഴത്തിൽ ഞാൻ കിളച്ചു മറിക്കുമ്പോൾ, നിന്നോടുള്ള എൻ്റെ കയ്പുകൾ മുഴുവൻ ഇങ്ങനെ മുത്തങ്ങാപ്പുല്ലിൻ്റെ വിത്തുകൾ പോലെ പരസ്പരം അനുഭവങ്ങളെ ബന്ധിപ്പിച്ച് ഓരോന്നിങ്ങനെ ചേർത്ത് വെച്ച് ഇങ്ങനെ ഞാൻ തന്നെ പാകി നിർത്തിയിരിക്കുകയാണ്. അടുത്ത മഴയ്ക്ക് അത് വീണ്ടും മുളച്ചു പൊങ്ങും. എൻ്റെ സിക്കമൂർ പറയില്ല, എനിക്ക് വിശ്വാസം തരണമേ തമ്പുരാനെ എന്ന് ഞാൻ എൻ്റെ ഈശോയോട് കേണു പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പകയുടെ വേരുറച്ചുപോയ സിക്കമൂറുകൾ പറിഞ്ഞു മാറി നിന്റെ കൃപയുടെ സമുദ്രത്തിൽ പോയി വീഴട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.
ഇനി എൻ്റെ ഹൃദയം അതിരുകളില്ലാത്ത, എതിരുകളില്ലാത്ത നിന്റെ ഹൃദയം പോലെയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ കൃപയ്ക്ക് വേണ്ടി എന്നോടൊപ്പമുള്ള എൻ്റെ സഹോദരങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സന്യാസ ഭവനം ശത്രുക്കളില്ലാത്ത വീട് എന്ന് എനിക്ക് എഴുതി വയ്ക്കാം. എൻ്റെ സന്യാസ സഭ ശത്രുക്കളില്ലാത്ത വീടാണ് എന്ന് എനിക്ക് പറയാൻ കഴിയുക. അതെത്രയോ വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ സന്യാസ സമൂഹം, ഞാൻ ജീവിക്കുന്ന എൻ്റെ ഭവനം ശത്രുക്കളില്ലാത്ത വീടാണ് എന്ന് പറയാൻ കഴിയുക. അതെത്രയോ വലിയൊരു അനുഗ്രഹമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 43 മുതലുള്ള തിരുവചനങ്ങളിൽ ശത്രുക്കളെ സ്നേഹിക്കുന്ന ഈശോയുടെ വചനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശത്രുക്കളില്ലാത്ത ഒരു വീടായി എൻ്റെ ഭവനത്തെ മാറ്റാൻ എൻ്റെ പങ്ക് എന്താണ് തമ്പുരാനെ എന്നത് കർമ്മല മാതാവിൻ്റെ തിരുനാളിനൊരുങ്ങുന്ന കർമ്മലീത്ത പാരമ്പര്യത്തിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന സന്യാസ ശൈലിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചിട്ടുള്ള എൻ്റെയും എൻ്റെ സഹോദരങ്ങളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനമാണ്. ശത്രുക്കളില്ലാത്ത ഒരു വീട്, ശത്രുക്കളില്ലാത്ത ദേവാലയം, ശത്രുക്കളില്ലാത്ത ഊട്ടുമുറി. വളരെ രസകരമായ ഒരു ഓർമ്മ മനസ്സിലേക്ക് വരുന്നുണ്ട്. പട്ടം കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ണൂർ ഭാഗത്ത് ഉള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിപ്പിക്കാൻ വേണ്ടി, സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ധ്യാന കേന്ദ്രമാണ്, ധ്യാനിപ്പിക്കാൻ വേണ്ടി വിളിച്ചു. ധ്യാനിപ്പിക്കാനൊന്നും ഒന്നും അറിയത്തില്ലാത്തൊരു സമയമാണ്. ഇപ്പോഴും അറിയില്ല, അന്നും അറിയില്ല. അപ്പോൾ എൻ്റെ ഇരട്ട സഹോദരൻ റോബി അച്ഛനെയും കൂടെ കൂട്ടണമെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ധ്യാനിപ്പിക്കാൻ ചെല്ലുകയാണ്. കുട്ടികൾക്കാണ് എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് സന്തോഷമാണ്. ഞങ്ങൾ മൂവാറ്റുപുഴ എൻ്റെ കാർമൽ പ്രവിശ്യയിൽ ചാവറ സർഗവേദി എന്ന ബാലസംഘടന ഞങ്ങൾ വളർത്തിക്കൊണ്ട് വന്നതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ട്. കുട്ടികൾക്കാകുമ്പോൾ എളുപ്പമുണ്ടല്ലോ എന്ന് വിചാരിച്ച് പോയതാണ്. അന്ന് കൊച്ചേട്ടനൊന്നും ആയിട്ടില്ല, എനിക്ക് മുമ്പാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അന്തരീക്ഷം വളരെ ഭീകരമാണെന്ന് മനസ്സിലാകുന്നത്. അത് മദ്യപർക്ക് വേണ്ടിയുള്ള ധ്യാനമായിരുന്നു. അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ അച്ഛന് മാറിപ്പോയതായിരിക്കും. ഏതായാലും 40ഓളം കുടുംബങ്ങളാണ് വന്നു നിൽക്കുന്നത്. മദ്യപന്മാരും അവരുടെ ജീവിത പങ്കാളികളും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കിത് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല, ഞങ്ങൾക്കിങ്ങനെ ഒരു പരിചയമില്ല, വേറെ ആരെയെങ്കിലും വിളിച്ചോണം, അടുത്ത വണ്ടിക്ക് ഞങ്ങൾ സ്ഥലം കാലിയാക്കിയോളാം, ഞങ്ങൾക്ക് പറ്റുന്ന പ്രശ്നമല്ല. ഭയങ്കര ബഹളമാണ് ധ്യാന കേന്ദ്രത്തിൽ. ധ്യാന ഹോളാണെന്ന് പറയുന്ന സ്ഥലത്തേക്ക് ചെല്ലാൻ പേടിയാണ്. ഭയങ്കര ഒച്ചയും വർത്താനം ബഹളമൊക്കെയാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് പറയാണ്, ഇത് തുടക്കത്തിൽ ഇങ്ങനെയാണ് അച്ഛാ, അച്ഛനല്ല ധ്യാനിപ്പിക്കുന്നത്, തമ്പുരാനാണ്. അതിന് അച്ഛൻ എന്തിനാ ഇത്ര ടെൻഷൻ പിടിക്കുന്നത്, ധൈര്യമായിട്ടൊക്കെ പൊക്കോ എന്ന് പറയാണ്. അപ്പം ഞാൻ പറഞ്ഞു, 3 ടോക്കാണ് ഒരു ദിവസം അല്ലേ. ഞാനതനുസരിച്ച് 4 ദിവസത്തേക്ക് കുട്ടികളുടെയാണെന്ന് വിചാരിച്ച് ഒരുങ്ങിക്കൊണ്ട് വന്നു. ഇന്നലെ രാത്രി കുത്തിപ്പിടിച്ചിരുന്ന് അതൊന്ന് ശകലമൊന്ന് മാറ്റി ഇവർക്ക് പറ്റുന്ന രീതിയിൽ ഇപ്പോൾ പറഞ്ഞതുകൊണ്ട് ആക്കിയിട്ടുണ്ട്. പക്ഷേ 3-4 ടോക്ക് ഒരു ദിവസം, അങ്ങനെ 4-5 ദിവസം അത്രയും ഒരുമാതിരി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് സിസ്റ്റർ പറയുകയാണ്, രാവിലെ 6:30 കുർബാന തുടങ്ങിക്കഴിഞ്ഞാൽ വൈകിട്ട് 9 മണി വരെയാണ് നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കണം. നിർത്തിയാൽ എഴുന്നേറ്റ് പോകും, അതുകൊണ്ട് നമ്മൾ ഇവരെ നിർത്തരുത്, ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറയും. വല്ലാത്തൊരവസ്ഥയായിരുന്നു. ഏതായാലും ധ്യാനം തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ വാള് വെച്ചൊരു ചങ്ങാതി മുമ്പിൽ ഇങ്ങനെ കിടപ്പുണ്ട്, അവിടെ കിടന്ന് ബഹളമാണ്. അപ്പം ഞാനിങ്ങനെ കയറുന്ന സമയത്ത് ഇത് കണ്ടപ്പോൾ സങ്കീർത്തിയിൽ നിന്ന് സിസ്റ്ററിനോട് ചോദിച്ചു, എല്ലാവരും ബൂസാണോ? ഈ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് പോയി അടിച്ചിട്ട് വന്നിരിക്കുകയാണ്, ഇനിയിപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടല്ലേ പോകത്തുള്ളൂ, അതുകൊണ്ട് അടിച്ച് വീലൂരി കിടക്കുകയാണ്, അച്ഛനൊന്നും നോക്കണ്ട, പാവങ്ങളാ, ധൈര്യമായിട്ട് കയറിക്കോ എന്നത്. അങ്ങനെ കയറി
ഡീക്കൻ പട്ടത്തിൻ്റെ കാലത്തും തിയോളജി കാലത്തുമൊക്കെ ഒരുങ്ങി വെച്ചിരുന്ന ചിന്തകൾ, പോയിന്റുകൾ എല്ലാം ഇങ്ങനെ നോക്കിയും നോക്കാതെയും ഒക്കെ ആയിട്ട് ഒരു തരത്തിൽ പറഞ്ഞ് എൻ്റെ പ്രസംഗത്തിൻ്റെ ശേഷി പരമാവധി പ്രകടിപ്പിക്കുകയാണ്. ഞാനൊരു പരാജയമല്ല ഈ പ്രസംഗവേദിയിൽ എന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കിണഞ്ഞ് പരിശ്രമിച്ച് കഥകളും ഉപകഥകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ 2.5 ദിവസമായപ്പോഴേക്കും എൻ്റെ എല്ലാ വിഷയങ്ങളും തീർന്നു. ഞാൻ 2.5 ദിവസം കഴിഞ്ഞപ്പം വൈകിട്ട് ഈ സിസ്റ്ററിനോട് പറഞ്ഞു, എൻ്റെ വിഷയങ്ങളെല്ലാം തീർന്നു. സിസ്റ്റർ പറഞ്ഞു, പാട്ടിൻ്റെ ഉള്ള സിസ്റ്റേഴ്സ് ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ സബ്ജക്റ്റ് എന്താണ്, അപ്പോൾ ഇനി എന്ത് വിഷയം വെച്ചാൽ പാടുന്നത്? ഞാൻ പറഞ്ഞു, ഒന്നും അറിയത്തില്ല, അവിടെ കയറി നിൽക്കുമ്പോഴേ അറിയത്തുള്ളൂ ഇനി എന്നതാ വരുന്നത്, അതുകൊണ്ട് എന്ത് പാട്ട് വേണേലും അവർക്ക് പാടാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അൾത്താരയിലേക്ക് ചെന്ന് കയറുകയാണ്. ഒന്നും ഇല്ല, ബുക്ക് കാലിയായി. ഒരു വചനപ്രഘോഷകന് അങ്ങനെ ചില സമയം വരും എന്ന് തമ്പുരാൻ എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ പേജുകളിൽ അക്ഷരങ്ങളില്ലാതെ ഞാൻ ശൂന്യനായി, അനാഥനായി, അക്ഷരങ്ങളുടെ സനാഥത്വം എൻ്റെ അരികിലില്ലാതെ വാക്കുകളില്ലാത്തവനായി ഒരു പ്രഭാഷകൻ ഇങ്ങനെ നിൽക്കുകയാണ്. പെട്ടെന്ന് എനിക്ക് തോന്നി റോബി അച്ഛനെ വിളിച്ച് ഒരു പാട്ട് പാടിപ്പിച്ചേക്കാം. ഞാനിങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു തുടങ്ങി. പാട്ട് പാടാനായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് മൈക്ക് കൊടുത്തു. ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ ഇന്ന് വർത്താനം പറയുകയാണ്. പറഞ്ഞു വന്നപ്പോൾ എന്തോ തമാശ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ അൾത്താരയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചിരിച്ചു. അപ്പോൾ എല്ലാവരും ചിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി അതൊരു നല്ല റൂട്ടാണ്. എന്നാൽ അങ്ങനെ അങ്ങ് ഇച്ചിരി മുന്നോട്ട് പോയേക്കാം, ഒരു ടോക്ക് തീർന്നു കിട്ടണമല്ലോ. അങ്ങനെ മുന്നോട്ട് പോയി ഞങ്ങൾ വീട്ടിലെ തമാശ, ഞങ്ങൾ ഒരുമിച്ച് വീട്ടിൽ കളിച്ചു വളർന്നതിൻ്റെ രസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്, ചുമ്മാ പറയുകയാണ് ഇവരെ രസിപ്പിക്കാന്നുള്ള രീതിയിൽ. അന്നേരം ഈ താഴെ നിന്നൊരു ചേട്ടൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ചോദിച്ചു, നിർത്തച്ച എന്ന് പറഞ്ഞു. ഞങ്ങൾ നിർത്തി. ഇതാണോ ധ്യാനം? ഞങ്ങളിവിടെ ധ്യാനിക്കാൻ വന്നിരിക്കുന്നത് ദൈവവചനം കേൾക്കാനും ദൈവവചനത്തിനനുസരിച്ച് ധ്യാനിക്കാനുമാണ്. നിങ്ങൾ നിങ്ങളുടെ കുടുംബപുരാണം പറയാൻ വേണ്ടിയാണോ ഇവിടെ വന്ന് ഞങ്ങളെ വിളിച്ചു ചേർത്തിരിക്കുന്നത്? അതുകൊണ്ട് ഇത് പരിപാടി വേണ്ട, സിസ്റ്ററെ വേറെ അച്ഛന്മാരെ വിളിച്ച് ധ്യാനിപ്പിക്കേ എന്ന് പറഞ്ഞു. നമ്മളാകെ ചമ്മി തവിടുകൂടിയായി വിളറി നിൽക്കുകയാണ്, ഒന്നും മിണ്ടാനില്ല. അന്നേരം ഉണ്ട് സിസ്റ്റർ കയറി വന്നിട്ട് പറഞ്ഞു, ചേട്ടൻ അവിടെ ഇരിക്കുക, അച്ഛന്മാർ പറയട്ടെ. എന്നാൽ 2 പേരും കൂടെ വേണ്ട, ഒരാൾ പറഞ്ഞാൽ മതി, എനിക്ക് 2 പേരെയും കൂടെ കാണുന്നത് കലിയ. അപ്പോൾ ചമ്മി നിൽക്കുകയാണല്ലോ, നമുക്ക് പിന്നെ ഒന്നും ഡിമാൻഡിങ് ഇല്ല, അവിടുന്ന് കമാൻഡിങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റോബി അച്ഛനോട് പറഞ്ഞു അപ്പോഴേക്കോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയോ പറഞ്ഞു, ആ സെഷൻ അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്നു. ആ ബഹളം വെച്ചത് ആരാണെന്ന് അച്ഛൻ അറിയാമോ? എനിക്കറിയില്ല, ദേ അവിടെ വന്നിരുന്ന് കാറുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്തിനാ കരയുന്നത്? നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, പുള്ളിയല്ലേ പറഞ്ഞേ. പുള്ളി നിങ്ങളെപ്പോലെ ഒരു ഇരട്ടയാ. പക്ഷേ കഴിഞ്ഞ 8 വർഷമായി ഇരട്ട സഹോദരനോട് മിണ്ടുകയില്ല, പിണക്കത്തില. അതിൻ്റെ പേരിലാണ് മദ്യപാനം തുടങ്ങിയത്. ഇരട്ട സഹോദരൻ്റെ കിണറ്റിൽ കൊണ്ടുപോയി സോപ്പ് വെള്ളം കലക്കി ഒഴിച്ചു. ചെറിയ കാര്യത്തിന് തുടങ്ങിയതാണ്, പകമൂത്ത് വലിയ വൈരാഗ്യമായി മാറി. ഇന്ന് നിങ്ങൾ 2 പേരും കൂടി ഇരട്ടകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അൾത്താരയിൽ നിന്നുകൊണ്ട് ഈ തമാശ പറയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ തമ്പുരാൻ ആ പാവം മനുഷ്യന്റെ മനസ്സിൽ കയറി മാന്തി എന്ന് ഈ സിസ്റ്റർ പറയാം. വൈദിക ജീവിതത്തിൽ ഏറ്റവും കൃപ നിറഞ്ഞ, നിസ്സഹായതയിൽ വർഷിക്കുന്ന തമ്പുരാന്റെ കൃപ തിരിച്ചറിഞ്ഞ ഒരു ധ്യാന ദിവസങ്ങളായിരുന്നു അത്. ധ്യാനത്തിൻ്റെ അവസാനം എങ്ങനെ എത്തി എന്നറിയില്ല. കരഞ്ഞ് നിലവിളിച്ച് എല്ലാവരും കൂടി അവസാനത്തെ കുർബാനയിൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി പരസ്പരം ആശ്ലേഷിച്ച് കരഞ്ഞ് കാറി തിരിച്ചു പോകുന്നത് അൾത്താരയിൽ നിന്നുകൊണ്ട് കണ്ടു. ക്ഷമിക്കാൻ പറ്റാതെ വന്നാൽ ചിരിക്കാൻ പറ്റാതെ വരും എന്നതാണ് സത്യം. ഞാനിത് എൻ്റെ സന്യാസ ജീവിതത്തിലെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ അകൽച്ചയെ പറ്റി അല്ലല്ലോ പറഞ്ഞത്, ഒരു കുടുംബ ജീവിതത്തിൽ സംഭവിച്ച സഹോദരങ്ങളുടെ അകൽച്ചയെ പറ്റിയാണ് പറഞ്ഞത്.
സന്യാസ വൈദിക ജീവിതത്തിലുള്ളവരോട് വചനം പങ്കുവയ്ക്കുമ്പോൾ കുടുംബ ജീവിതത്തിലുള്ളവരെ ഉദാഹരണം കൊണ്ടുവരുന്നത് ഗതികേട് കൊണ്ടാണ് എന്ന് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും അറിയാം. ഏതുദാഹരണമാണ് എങ്കിലും അതിരുകളില്ലാത്തവന് തമ്പുരാൻ തരുന്ന കൃപയുടെ പേരാണ് ചിരി എന്നത്. സ്വന്തം സഹോദരനെ കാണുമ്പോൾ ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയുന്നത് അതിരുകളില്ലാത്തവന്റെ കൃപയാണ്, എതിരുകളില്ലാത്തവന്റെ കൃപയാണ്. അതാണ് സമൂഹ ജീവിതത്തിലെ ക്ഷമയുടെ ഉത്സവം എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സമൂഹ ജീവിതത്തിന്റെ സന്തോഷം. നമ്മളെ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയും ഉള്ളിൽ സന്തോഷമാണോ അല്ലയോ. സമൂഹ ജീവിതത്തിൽ സന്തോഷമാണോ അല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ക്ഷമയെപ്പറ്റി നമ്മൾ ഈശോയുടെ തിരുമുമ്പിലിരുന്ന് കൂടുതൽ ധ്യാനിക്കുമ്പോൾ നമ്മൾ കുരിശിലേക്ക് എത്തും. അവിടെ ഈശോയെ നോക്കി നമ്മൾ തിരിച്ചറിയുന്ന ഒരു സത്യമുണ്ട്. ക്ഷമ എന്ന് പറയുന്നത് തോറ്റുകൊടുക്കലാണ്. ക്ഷമയെന്ന് പറയുന്നത് തോറ്റുകൊടുക്കലാണ്. എനിക്കും നിനക്കും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ നമ്മെപ്പറ്റിയുള്ള തമ്പുരാന്റെ തിരുഹിതം നിറവേറുന്നതുവരെ കാത്തിരിക്കാനുള്ള കൃപയുടെ പേരാണ് ക്ഷമ. എനിക്കെതിരുള്ള നിന്നോട്, നിനക്കെതിരുള്ള എന്നോട്, നമുക്കിടയിലുള്ള തമ്പുരാന്റെ തിരുഹിതം നിറവേറുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു കൃപയുണ്ടല്ലോ, അതിൻ്റെ പേരാണ് ഈ ക്ഷമ. ഈ ഒരു കൃപ പരിശീലിക്കുന്നത് കൊണ്ടാണ് ക്ഷമ എന്ന് പറയുന്നത്, ക്ഷമ എന്ന പുണ്യം സമർപ്പിതരുടെ ശരീരഭാഷയാണ് എന്ന് നമ്മൾ പറയാൻ കാരണം. ക്ഷമിക്കാൻ കഴിയാതെ വില്യം ബ്ലേക്കിന്റെ പോയിസൺ ട്രീ പോലെ മനസ്സിനുള്ളിൽ ഈ സിക്കമൂർ മരത്തെ ഇങ്ങനെ വളർത്തി വേര് പടർത്തി മനസ്സിങ്ങനെ തിങ്ങി വിങ്ങി വിഷവിത്തുകൾ വീണ് മുളച്ച് വീണ്ടും വിത്തുകൾ വീണ് വീണ്ടും മുളച്ച് പടർന്ന് പന്തലിച്ച് വിഷവൃക്ഷത്തോട്ടം പോലെ മനസ്സ്. എന്തൊരു ഇമേജറിയാണ് കവിയുടെ. അങ്ങനെ മനസ്സിനുള്ളിൽ നിന്ന് ഈ വിഷവൃക്ഷത്തിൻ്റെ വേരുകൾ മുഖത്തേക്കിറങ്ങി എൻ്റെ മുഖത്തിൻ്റെ മുഴുവൻ സരളതയും വലിച്ചു കുടിച്ച് വരണ്ടുണക്കി നിന്നെ കാണുമ്പോഴേക്കുണ്ടല്ലോ അങ്ങോട്ട് ഞെളിവിരി കൊള്ളുന്ന ഒരവസ്ഥ. എൻ്റെ ഉള്ളിൽ പോയിസൺ ട്രീ ആണ്. തോറ്റുതരാൻ എനിക്ക് മനസ്സില്ല എന്നത് എൻ്റെ ഈഗോയുടെ ഒച്ചയാണ്, എൻ്റെ ഈശോയുടെ ഒച്ചയല്ല എന്നതാണ് ഞാൻ തിരിച്ചറിയുന്ന ഒരു സത്യം. എൻ്റെ സമൂഹ ജീവിതത്തിൽ തോറ്റുകൊടുക്കാനുള്ള കൃപയുടെ പേരാണ് ക്ഷമ. എല്ലാ പോയിസൺ ട്രീകളുടെയും വേരുകൾ വേരോടെ പിഴുതെടുക്കണം. അതിനാണ് ഞാൻ എൻ്റെ ഈശോയോട് എനിക്ക് വിശ്വാസം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ക്ഷമയിൽ എനിക്ക് ക്ഷമിക്കാൻ കഴിയും, എൻ്റെ ഈ സഹോദരങ്ങളോട് എനിക്ക് ക്ഷമിക്കാൻ കഴിയും തമ്പുരാനെ എന്നുള്ള വിശ്വാസം എനിക്ക് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്. ക്ഷമ തോറ്റുകൊടുക്കാനുള്ള കൃപയാണ്. നമ്മുടെ സമൂഹ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഒരു സന്യാസ വൈദികൻ എന്നുള്ള നിലയിൽ ഞാൻ ഈ ക്ഷമയെപ്പറ്റി ധ്യാനിക്കുന്നതിന് 2 തലങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കാറുണ്ട്. ഒന്ന്, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എന്നോട് ക്ഷമിക്കുക എന്നുള്ളതാണ്. എല്ലാ ധ്യാനത്തിലും എൻ്റെ പ്രിയപ്പെട്ടവർ ക്ഷമയുടെ വിവിധ ശിഖരങ്ങൾ ധ്യാനിക്കാറുണ്ട്. ഒരു ചെറിയ ചിന്ത മാത്രം ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവയ്ക്കാം. എനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുക. എനിക്കെന്തിനാണ് എന്നോട് ശത്രുത? ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് എന്നോടുള്ള ശത്രുതയുടെ പേര് അപകർഷതാബോധം എന്നാണ്.
അപകർഷതാബോധമുള്ള എല്ലാ വ്യക്തികളും സ്വന്തം വ്യക്തിത്വത്തെ സ്നേഹിക്കാൻ കഴിയാത്തവരാണ്. സ്നേഹിക്കാൻ കഴിയാത്തവൻ വെറുക്കുന്നവനാണ്. ആരെയാണ് വെറുക്കുന്നത്? സ്വന്തം വ്യക്തിത്വത്തെയാണ്. എൻ്റെ വ്യക്തിത്വത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ശത്രുവാണ്. അപകർഷതാബോധമുള്ളവന് ആത്മവിശ്വാസമില്ല. ആത്മവിശ്വാസമുള്ളവന്റെ മുഖഭാഷയുടെ പേരാണ് പുഞ്ചിരിയെങ്കിൽ അപകർഷതാബോധമുള്ളയാൾക്ക് പുഞ്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ സന്യാസ ജീവിതത്തിൽ, സമർപ്പിത ജീവിതത്തിൽ നിരവധി വ്യക്തികളെ കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. സ്വന്തം വ്യക്തിത്വത്തോട് മതിപ്പ് വളർത്തിയെടുക്കാൻ കഴിയാതെ സ്വയം പുച്ഛിക്കുകയും സ്വന്തം കഴിവുകളെ തമസ്കരിക്കുകയും സ്വന്തം കുറവുകളെ പർവ്വതീകരിക്കുകയും പരസ്പരം താരതമ്യപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിൽ ജനലും വാതിലും അടച്ച മുറി പോലെ ആർക്കും കടന്നു വരാൻ കഴിയാതെ അടഞ്ഞ മുറി പോലെ ഇങ്ങനെ കഴിയുന്നു. ചിരിക്കാൻ പറ്റുന്നില്ല. ഇന്ന് രാവിലത്തെ വചനത്തിൽ നമ്മൾ കേട്ടതുപോലെ ഒരു കിളിവാതിൽ പോലും നിനക്ക് എൻ്റെ ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കാൻ പോലും ഞാൻ അവശേഷിപ്പിക്കാതെ മുഴുവൻ അടച്ച് അകത്തിരിക്കുകയാണ്. ചിലപ്പോൾ അതിനെ ഞാൻ ധ്യാനമെന്നൊക്കെ അങ്ങ് വിളിച്ചു കളയും. എൻ്റെ സഹോദരങ്ങളെ കാണാൻ ഇഷ്ടമില്ലാതെ എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ വ്യക്തിത്വത്തിൻ്റെ ജനലും വാതിലും അടച്ച് അകത്തിരിക്കുന്നതിനെ എനിക്ക് ധ്യാനമെന്ന് വിളിക്കാൻ കഴിയില്ല, മൗനമെന്ന് വിളിക്കാൻ കഴിയില്ല. അത് അപകർഷതാബോധത്തിൻ്റെ ആടിത്തിമർക്കലാണ്. അപകർഷതാബോധമുള്ള വ്യക്തികൾക്ക് സന്യാസ ജീവിതത്തിൽ സമൂഹ ജീവിതം ആസ്വദിക്കാൻ കഴിയില്ല എന്നത് അനുഭവം കൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നതാണ്. പകരം എന്ത് വേണം? പകരം ആത്മവിശ്വാസം വേണം. ആത്മവിശ്വാസം ഒരു വ്യക്തിയെ നോക്കിയാൽ അറിയാം. ആത്മവിശ്വാസം ഒരു ശരീരഭാഷയാണ്. അത് മനസ്സിൻ്റെ ഭാഷയല്ല, ഹൃദയത്തിൻ്റെ ഭാഷ മാത്രമല്ല, അത് ശരീരഭാഷയാണ്. ഒരാളുടെ നടപ്പ്, എടുപ്പ്, സംസാരം, പ്രവൃത്തി, താല്പര്യങ്ങൾ ഒക്കെ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നതാണ്. അങ്ങനെ ആത്മവിശ്വാസമുള്ള, സ്വന്തം വ്യക്തിത്വത്തെ അംഗീകരിക്കാൻ കഴിയുന്ന, എല്ലാ കുറവുകളോടും പരിമിതികളോടും കൂടി എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സാധ്യത എന്നിൽ നിറയുമ്പോൾ എനിക്ക് എൻ്റെ സഹോദരങ്ങളെ നോക്കി ചിരിക്കാൻ കഴിയും. അവരുടെ കുറവുകൾക്ക് മറവാകാൻ കഴിയും. അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങൾ അവരുടെ കുറവുകൾ മറച്ചു വെച്ചിരിക്കുന്ന മറകളൊക്കെ ഞാൻ ചവിട്ടി പൊളിച്ച് എല്ലാവരുടെയും മുമ്പിൽ ഇതാ ഈ വ്യക്തി ഇത്രമാത്രം വികൃതമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് വിളിച്ചു പറയുന്നതിൽ ഞാൻ ആഹ്ലാദിക്കും. അത് എൻ്റെ വാക്ചാതുരിയല്ല, എൻ്റെ അപകർഷതാബോധമാണ്. എൻ്റെ സഹോദരങ്ങളെ പറ്റി അവർ പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞു നടന്ന് കുശുകുശുപ്പും കുന്നായ്മയും ഞാൻ എൻ്റെ സംഭാഷണത്തിൻ്റെ, എൻ്റെ നിഘണ്ടുവിലെ പ്രധാന പദങ്ങളാക്കി മാറ്റുന്ന സമൂഹ ജീവിത ക്രമത്തിൽ ഞാൻ തിരിച്ചറിയണം, അപവാദം പറയുന്നവൻ അപകർഷതാബോധത്തിൻ്റെ മൊത്ത വിതരണക്കാരനാണ് എന്ന് മനസ്സിലാക്കണം. ആത്മവിശ്വാസമുള്ളവൻ സഹോദരങ്ങളെ പറ്റി അപവാദം പറയില്ല. അങ്ങനെ ആത്മവിശ്വാസമുള്ള രണ്ടു പേർ പരസ്പരം കണ്ടുമുട്ടുന്ന ഒരു നിമിഷമുണ്ടല്ലോ, അത് സന്യാസ സമൂഹത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്ന നിമിഷങ്ങളാണ്. അങ്ങനെ രണ്ട് പുഞ്ചിരികൾ ചേർന്ന് മുട്ടി പൊട്ടിച്ചിരിയായി മാറും. പൊട്ടിച്ചിരികൾ ഉയരണം നമ്മുടെ സമൂഹത്തിൽ. അതിനു പകരം വായിൽ തൂവാല തിരികെ വിമ്മി കരയുകയാണ് ഞാൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് എൻ്റെ സമൂഹ ബന്ധങ്ങളുടെ വിള്ളലുകൾ അകന്നു മാറി അതിരുകൾ മാത്രം മുമ്പിൽ നിറഞ്ഞ് പരസ്പരം മുഖം കാണാൻ കഴിയാതെ, ചിരി കാണാൻ കഴിയാതെ ഞാൻ ഓർക്കാറുണ്ട്, ദൈവം ചില മനുഷ്യർക്ക് എത്രയോ വലിയ കൃപകൾ നൽകിയിരിക്കുന്നു സ്വന്തം വ്യക്തിത്വത്തെ മനസ്സിലാക്കാൻ. ദീപിക ബാലസംഗീതത്തിൻ്റെ ക്യാമ്പുകളിലൊക്കെ ഞാൻ
ഒരു 2006 മുതൽ നിരന്തരം ഉദാഹരണം പറയുന്ന ഈ ഒരു കൊച്ചു കൂട്ടുകാരിയുടെ കഥയുണ്ട്. കഥ വിശദമായി പറയുന്നില്ല. ശ്രീജയ എന്ന പേരുള്ള ഒരു കുട്ടി കണ്ണൂര് ഭാഗത്ത് തോട്ടടയിൽ വെച്ച് നടന്ന സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പിലാണ്. ഞാൻ ഓർക്കുന്നു, കുറേ വർഷങ്ങൾക്ക് മുൻപ് 2006 എല്ലാ കുട്ടികളും പരിചയപ്പെടുത്തുകയാണ് ക്യാമ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഈ കുട്ടി ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറായിട്ട് വന്ന് പരിചയപ്പെടുത്തുകയാണ്. ഞാനിങ്ങനെ 4ാം നിലയിലാണ് ക്യാമ്പ് നടക്കുന്ന ഹാളിൽ. ഞാൻ കയറി വരുന്ന സമയത്ത് ഈ കുട്ടിയുടെ സംഭാഷണം കേൾക്കുകയാണ്. ഐ എം ശ്രീജയ, ഐ എം സ്റ്റഡിയിങ് ഇന്ന സ്കൂള്, ഇന്ന ക്ലാസ്, ഞാൻ സ്കൂൾ ലീഡറാണ്, എനിക്ക് ഒത്തിരി സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ ഈ ഹാളിൻ്റെ പുറകിൽ കൂടി കടന്നു വരുമ്പോൾ കാണുന്ന കാഴ്ച, 130 കുട്ടികളുണ്ട്, 13 ഗ്രൂപ്പുകളുണ്ട്. മുഴുവൻ കുട്ടികളും തല താഴേക്ക് താത്തിയിരിക്കുകയാണ്. ഈ ഒരു കുട്ടി മാത്രം സ്റ്റേജിൽ നിന്ന് സംസാരിക്കുകയാണ്. എൻ്റെ സംഘാടകരും ആ കുട്ടിയുടെ കൂടെയുണ്ട്. ഞാൻ അടുത്തേക്ക് വന്നതോടുകൂടി എനിക്ക് കാര്യം മനസ്സിലായി. ഈ പറയുന്ന കുട്ടി, ഈ കുട്ടിക്ക് മുഖമില്ല. ഞാൻ പതുക്കെ സ്റ്റേജിൻ്റെ അരികിലേക്ക് ചെന്നു. എന്തോ പൊള്ളലേറ്റ് മുഖത്തിൻ്റെ രൂപ മാറ്റം സംഭവിച്ച ഒരവസ്ഥയാണ്. ആ കൊച്ചു പരിചയപ്പെടുത്തി കഴിഞ്ഞ് ഇറങ്ങിപ്പോയി. കുഞ്ഞുങ്ങൾ കുനിഞ്ഞിരുന്ന് കൈയടിച്ചു. ഞാൻ നോക്കിയപ്പോൾ നല്ല ശതമാനം കുഞ്ഞുങ്ങളിരുന്ന് കരയുകയാണ്, വിങ്ങിക്കരയുകയാണ്. ഈ കൊച്ചു പറയുന്നുണ്ട്, എനിക്ക് ജീവിതത്തിൽ ഇന്നതിനാണ് ആഗ്രഹങ്ങൾ, ഞാനത് നേടിയെടുക്കും, ഞാനിപ്പോൾ സ്കൂൾ ലീഡറാണ്, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ക്ലാസ്സായിരുന്നു ജീവിതം എന്ന ഉത്സവം എന്ന് പറഞ്ഞ് ഞാൻ മക്കൾക്ക് സെൽഫ് കോൺഫിഡൻസിനെ പറ്റിയുള്ള ക്ലാസ്. ആ ക്ലാസ്സിൽ വ്യക്തി എന്നുള്ള നിലയിൽ ഒരാൾ അവനവനെ തന്നെ ഇഷ്ടപ്പെടണമെന്ന് പറയുന്ന ഭാഗത്ത് ഞാനിങ്ങനെ അറിയാതെ പറഞ്ഞു, സ്വന്തം ശരീരത്തെ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്കാണ് ആത്മവിശ്വാസത്തിൽ വളരാൻ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞ് അറിയാതെ പെട്ടെന്ന് ഞാൻ ഈ കുഞ്ഞിരിക്കുന്നിടത്തോട് നോക്കിപ്പോയി. ഉടനെ ഈ കൊച്ചു കൈപൊക്കി. കൊച്ചേട്ടൻ എന്നെയല്ലേ നോക്കിയത്, ഞാൻ സ്റ്റേജിലേക്ക് വരട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോരെ എന്ന് പറഞ്ഞു. ഓടിയ കൊച്ചു സ്റ്റേജിലേക്ക് വന്നു. ഞാൻ എങ്ങനെയാണ് എൻ്റെ ശരീരത്തെ അംഗീകരിക്കുന്നതല്ലേ അച്ഛൻ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചു. ഞാനാകെ സ്റ്റാൻഡായിട്ട് നിൽക്കുകയാണ്. എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ നോക്കുന്നു, ഇങ്ങനെ നോക്കുകയാണ്. എന്തു പറ്റിയെന്ന് ആ കുഞ്ഞിനോട് ഞാൻ ചോദിച്ചു. പറഞ്ഞു, മുട്ടിലിഴയുന്ന സമയത്ത് അമ്മ അരി തിളപ്പിക്കാൻ വെച്ചിരുന്ന വെള്ളം തിളച്ച അടുപ്പിലേക്ക് ചെന്ന് ഊട് വെച്ചിരുന്ന വിറക് കൊള്ളി പിടിച്ചെഴുന്നേക്കാൻ ശ്രമിച്ചതാണ്. തിളച്ച വെള്ളം മേത്തോട്ട് വീണു. അമ്മ അടുക്കളയിൽ ഉണ്ടായിരുന്നില്ല. പൊള്ളി വെന്തുപോയി. ഓടി വന്ന് അമ്മ വാരിയെടുത്തപ്പോൾ കൈയുടെ തൊലിയെല്ലാം പോയി. ഇങ്ങനെ എല്ലാം അങ്ങനെയാണ്. വിരലുകളൊന്നുമില്ല, ദശയില്ല, നഖം മാത്രമേ ഉള്ളൂ, മൂക്കില്ല, ചെവിയില്ല, അങ്ങനെ ഒരവസ്ഥ. ഇങ്ങനെ സ്കാർഫ് കെട്ടിയിരിക്കുകയാണ്, മുടിയെല്ലാം പൊളിഞ്ഞു പോയതാണ്. ഞാൻ ഈ കുഞ്ഞിനോട് ചോദിച്ചു, നീ എങ്ങനെയാണ് ചിരിക്കുന്നത്? നല്ല ഉച്ചാരണ ശുദ്ധിയോടെ, ചുണ്ടില്ലെങ്കിലും സംസാരിക്കുകയാണ്. ഈ കൊച്ചു പറഞ്ഞ ഒരു വാചകം, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 16 വയസ്സുള്ള കുഞ്ഞ് 6ാമത്തെ വയസ്സിലാണ് 1ാം ക്ലാസ്സിൽ ചേരുന്നത്. 1.5 വർഷം ആശുപത്രിയിലായിരുന്നു. എൻ്റെ മുഖമല്ലേ ഫാദറെ കരിഞ്ഞു പോയുള്ളൂ, എൻ്റെ അകം കരിഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, മോളെ നിന്നെപ്പറ്റി ഞാൻ കൊച്ചേട്ടൻ്റെ കത്തെഴുതും. അവൾ പറഞ്ഞു, ഞാനാണ് കൊച്ചേട്ടൻ്റെ കത്ത് സ്കൂളിൽ അസംബ്ലിക്ക് വായിക്കുന്നത്, എന്നെപ്പറ്റിയുള്ള കത്തിൻ്റെ ടൈറ്റിൽ എന്താണ്? എനിക്ക് അച്ഛൻ്റെ ടൈറ്റിൽസ് ഇഷ്ടമാണ്. ഞാൻ ആ കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കി. എന്നിട്ട് ഞാൻ പറഞ്ഞു, കരിഞ്ഞ മിഴിയിലെ കരിമഷി എഴുത്തുകൾ ഞാൻ എഴുതും. പ്രിയപ്പെട്ടവരെ, ശ്രീജയയുടെ കഥ ഞാനിവിടെ നിർത്തുകയാണ്. അവൾ ഇന്ന് കോളേജിൽ പഠിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്, മിടുക്കിയായിട്ട് പഠിക്കുന്നു. ഞാൻ ഈ ശ്രീജയ എന്ന് പറയുന്ന സാധാരണക്കാരിയായ ഒരു കുഞ്ഞിനെ എൻ്റെ സന്യാസ ജീവിതത്തിലെ എൻ്റെ സഹോദരങ്ങളുടെ സെൽഫ് എസ്റ്റീം അളക്കുന്ന അളവുകോലാക്കി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുകയാണ്. എൻ്റെ നിറത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളുടെ നിറത്തിൻ്റെ പേരിൽ, മുടിയൊന്ന് നരയ്ക്കുന്നതിൻ്റെ പേരിൽ, മുഖമൊന്ന് ചുളിയുന്നതിൻ്റെ പേരിൽ, ഒരു പാട് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ പേരിലൊക്കെ സ്വന്തം വ്യക്തിത്വത്തെ പറ്റിയുള്ള മതിപ്പ് നഷ്ടപ്പെട്ട് സ്വയം വെറുത്ത്
എനിക്കിനി ഒന്നും കഴിയില്ല, എൻ്റെ എല്ലാ ശേഷിയും തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവമതിപ്പ് മാത്രം ഉണ്ട് ജീവിച്ച്, അപകർഷതാബോധം മാത്രം പ്രകടിപ്പിച്ച്, അരികിൽ വരുന്നവനെ ശത്രുവായി കാണാൻ, ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ സ്വയം ശിക്ഷിച്ച് ജീവിക്കുന്നുണ്ട് നിരവധി പേർ. ആത്മവിശ്വാസം സ്വന്തം വ്യക്തിത്വത്തോട് ക്ഷമിക്കാൻ കഴിയുന്നവന്റെ കൃപയാണ് എന്ന് കർമ്മല മാതാവിന്റെ തിരുനാൾ ദിനത്തിന്റെ ഈ ധ്യാന വിചിന്തന വേളയിൽ എന്നെ ശ്രവിക്കുന്നവരിലേക്ക് തമ്പുരാൻ കൃപ വർഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ക്ഷമയുടെ അടുത്ത തലം നിന്നോടുള്ള എൻ്റെ ശത്രുത ഇല്ലാതെയാകുക എന്നതാണ്. നമ്മൾ ഏറെ ധ്യാനിച്ച ഒരു വിഷയമാണ്. നെൽസൺ മണ്ടേലയുടെ ഒരു പ്രശസ്തമായ വാക്യമുണ്ട്: ശത്രുത നിന്റെ ഉള്ളിൽ നീ സൂക്ഷിക്കുന്നത് സ്വയം വിഷം കഴിച്ചിട്ട് ശത്രു മരിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് എന്ന്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു പ്രസ്താവനയാണ്. ഈ പക എന്ന് പറയുന്നത് ഒരു പുകയാണ് എന്ന് പ്രാസഭംഗിയോടെ വേണമെങ്കിൽ പറയാം. നിന്നെ എനിക്ക് കാണാനേ പറ്റില്ല, കാണാൻ ഇഷ്ടമില്ല, കണ്ടാൽ തന്നെ തിരിച്ചറിയില്ല. ക്ഷമ എന്ന് പറയുന്നത് ഈ പക പ്രാർത്ഥനയായി മാറുന്നതാണ്. പക പ്രാർത്ഥനയായി മാറുന്നതിനാണ് നമ്മൾ ക്ഷമ എന്ന് പറയുക. ഈ ദേഷ്യം എന്ന് പറയുന്നത് ദയയായിട്ട് മാറുന്നതിനാണ് നമ്മൾ ക്ഷമ എന്ന് പറയുക. നമ്മൾ സ്നേഹിക്കണം എന്നുള്ള തമ്പുരാന്റെ ആഹ്വാനത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഈശോയുടെ വചനം. സുവർണ നിയമം നമ്മുടെ മനസ്സിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായത്തിലെ ഈശോയുടെ സുവർണ നിയമം നമ്മുടെ മനസ്സിലുണ്ട്. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നോ നിങ്ങൾ അതുപോലെ അവരോട് ചെയ്യുവിൻ, മനസ്സിലുണ്ട്, ഒന്നും ഓർക്കാഞ്ഞിട്ടല്ല. പക്ഷേ എൻ്റെ ഈ ക്ഷമ, ഈ സ്നേഹം, അതൊരു ഭാവമാണ്, അതൊരു വികാരം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊരു നാമപദമാണ്. എന്നാൽ ഈ ക്ഷമ എന്ന് പറയുന്നത് ഒരു കർമ്മമാണ്. ഈ സ്നേഹം കർമ്മമായി മാറുന്നതാണ് ക്ഷമ. അതുകൊണ്ടാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹ പറയുന്നത്, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. ഈ വിശ്വാസം എന്ന് പറയുന്നത് എന്താണ്? എനിക്കിപ്പോൾ ക്ഷമിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്, സ്നേഹിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം വ്യർത്ഥമാണ്. എനിക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിയും, നീ എന്നെ ഏത് രീതിയിൽ ധരിച്ചാലും, ശരിയായി ധരിച്ചാലും തെറ്റിദ്ധരിച്ചാലും, നീ കാണുന്നതനുസരിച്ച് വിധിച്ചാലും, ശരിയായി വിധിക്കാതെ നീ എന്നെ കാണുന്നതനുസരിച്ച് മാത്രം വിധിച്ചാലും, എനിക്ക് നിന്നോട് ക്ഷമിക്കാനുള്ള കരുത്ത് എൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ള വിശ്വാസമുണ്ടല്ലോ, എൻ്റെ ഉള്ളിലെ പകയുടെ സിക്കമൂറിൻ്റെ അടിവേര് പറിച്ചു കളയും എന്ന് ഈശോ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് കർമ്മലീത്ത പൈതൃകം സമൂഹമായിട്ടുള്ള സന്യാസ ജീവിതക്രമത്തിൻ്റെ പൈതൃകമാണ്. ഒറ്റയ്ക്കുള്ള ജീവിത പൈതൃകത്തേക്കാൾ ഒരുമിച്ചുള്ള സ്നേഹത്തിൻ്റെ ആഘോഷമാണത്, പങ്കുവയ്പ്പിൻ്റെ ആഘോഷമാണത്, ക്ഷമയുടെ ആഘോഷമാണത്. പകയും വിദ്വേഷവുമില്ലാത്ത, ശത്രുതയില്ലാത്ത വീടുകൾ, ഒരു സമൂഹത്തിൻ്റെ നടുക്ക് ശത്രുക്കളില്ലാത്ത ഒരു കൂടാരം, അത് ആ സമൂഹത്തിന് വിളക്കാണ്, ആ സമൂഹത്തിന് വിളക്കാണ്. അങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടും ശത്രുതയില്ലാത്ത ഒരു വീട് പോലെ, ഒരു ദേവാലയം പോലെ ആയിത്തീർന്ന് നടന്നു നീങ്ങുന്ന ചാവറപ്പിതാവിനെ നോക്കിയാണ് അതാ ഒരു ദർശന വീട് നടന്നു പോകുന്നു എന്ന് പറയുന്നു. അയാൾ ആ സമൂഹത്തിന് വെളിച്ചമാണ്, പ്രകാശമാണ്. അത്തരത്തിലുള്ള ഭവനങ്ങളാണ് സന്യാസ ആശ്രമങ്ങൾ
എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ആയിത്തീരണം സന്യാസ ആശ്രമങ്ങൾ. എപ്പോഴും പുഞ്ചിരിയും പൊട്ടിച്ചിരിയും പരസ്പരമുള്ള വ്യക്തിത്വത്തിൻ്റെ കണ്ടുമുട്ടലുകളിൽ ഉയരുന്ന സ്നേഹത്തിൻ്റെ ആഘോഷങ്ങളും കൊണ്ട് മുഖരിതമായി ശത്രുതയില്ലാത്ത വീട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർ, നിരവധി ആശ്രമങ്ങളിൽ, നിരവധി കന്യാമഠങ്ങളിൽ ഒരുമിച്ചിരുന്ന് ഈ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ ഈ വചന പ്രഘോഷണ അനുഭവത്തിൽ പങ്കുചേരുന്നുണ്ട്. ഇങ്ങനെ എത്രയെത്ര ധ്യാനങ്ങൾ നമ്മൾ കടത്തിവിടുന്നു. ലോക്ക്ഡൗൺ കാലമാണ്, കൊറോണ കാലമാണ്, ധ്യാനങ്ങളുടെ പെരളിയാണ്. എത്ര ധ്യാനം കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഈശോയോട്, എൻ്റെ ഈശോ എന്നെ തെറ്റിദ്ധരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പുള്ള എൻ്റെ ഈ സമൂഹാംഗം, അതൊരു പക്ഷേ എൻ്റെ അധികാരിയാവാം, എൻ്റെ സുപ്പീരിയർ ആവാം, എൻ്റെ മേലധികാരിയാവാം, അദ്ദേഹത്തോട് എൻ്റെ സത്യം തിരിച്ചറിയുന്നത് വരെ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള കരുത്തെനിക്കുണ്ട് എന്നുള്ള വിശ്വാസം ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് പ്രാർത്ഥന. ആ വിശ്വാസത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കാത്തിരിക്കാം. ക്ഷമ തമ്പുരാന്റെ തിരുഹിതം. എന്നെ തെറ്റിദ്ധരിച്ച ഒരു വ്യക്തി, എന്നെപ്പറ്റി പറഞ്ഞ, എനിക്ക് ഇഷ്ടമില്ലാത്ത, എനിക്ക് അഹിതമായ പ്രസ്താവന, എൻ്റെ വ്യക്തിത്വത്തെ മുറിപ്പെടുത്തിയ വാക്കുകൾ, അത് എൻ്റെ ഉള്ളിൽ തമ്പുരാന്റെ തിരുവചനം തൊട്ട പോലെയുള്ള സൗഖ്യമായി മാറി പകരുന്നത് വരെ കാത്തിരിക്കാനുള്ള ഒരു കൃപയുണ്ടല്ലോ, അത് തമ്പുരാൻ സ്നേഹിക്കുന്നവർക്ക്, അവൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് നന്മയ്ക്കായി പരിണമിപ്പിച്ചു കൊടുക്കുന്ന കൃപയാണ്. അങ്ങനെയാണ് റോമ 8:28 നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത്. നന്മയായിട്ട് പരിണമിക്കണം. തമ്പുരാൻ തിരഞ്ഞെടുത്തവരാണ് നമ്മൾ. തമ്പുരാന്റെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ ഒരു ഓർമ്മ നമ്മളിൽ കാത്തിരിക്കാനുള്ള, ക്ഷമിക്കാനുള്ള കരുത്ത് പകരണം. അങ്ങനെ ക്ഷമ എന്ന പുണ്യം എൻ്റെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും ശരീരഭാഷയായി മാറുന്ന ഒരു സന്യാസ കൂട്ടക്രമം, കർമ്മലീത്ത പൈതൃകത്തിൻ്റെ വിശുദ്ധമായ ആഘോഷമായി മാറുവാൻ നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ, ക്ഷമയുടെ മാതൃക ഞങ്ങൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് അങ്ങയിൽ നിന്നാണ്. അരുമസുതനെ ആദ്യമായി മടിയിൽ കിടത്തിയപ്പോൾ നിന്റെ മുഖത്ത് പൊട്ടിവിരിഞ്ഞ ആഹ്ലാദം, ദേവാലയത്തിൽ മകനെ കണ്ടെത്തിയപ്പോൾ അമ്മേ നിന്റെ ഹൃദയം പൂത്തുലഞ്ഞ ആഹ്ലാദം, പച്ചവെള്ളം വീഞ്ഞാക്കി അമ്മയുടെ വാക്കനുസരിച്ച് നൊമ്പരപ്പെട്ടവരുടെ ജീവിതത്തെ മധുരോദാരമാക്കിയത്, പ്പോഴും മരണത്തിൽ നിന്ന് മക്കളെ ഉയർപ്പിച്ചെഴുന്നേൽപ്പിക്കുന്നത് കണ്ടപ്പോഴും നിന്റെ മനസ്സിലുണ്ടായ ആഹ്ലാദം. അമ്മേ, തൻ്റെ മകന്റെ മുഖത്ത് അനീതിയുടെ ആദ്യത്തെ അടി വീഴുന്നത് കണ്ടപ്പോൾ അവസാനിച്ചു പോയില്ല എന്ന് ക്ഷമിക്കാനുള്ള അമ്മയുടെ കൃപ ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നന്മ മാത്രം ചെയ്തു വളർന്ന മകനെ തിന്മയുടെ ക്രൂരദ്രംഷ്ടകൾ കൊണ്ട് പിച്ചി ചീന്തുന്നത് കണ്ണാലെ കണ്ട് ചങ്കുപൊട്ടി തമ്പുരാനെ എന്ന് വിളിച്ചപ്പോഴും ക്ഷമയോടെ അമ്മ കാത്തിരുന്നത് ഞങ്ങൾ മറക്കുന്നില്ല. ഒടുക്കം കുരിശിന്റെ ചുവട്ടിൽ മകന്റെ മൃതമേനി, അരിപ്പ പോലെ മുറിവേറ്റ് തുളഞ്ഞ മകന്റെ മൃതമേനി മാറോട് ചേർത്ത് ആശ്ലേഷിച്ച് നിർത്തിയപ്പോഴും സാരമില്ല കുഞ്ഞെ എന്ന് പറയുന്ന മാതൃത്വത്തിൻ്റെ മധുരോദാരമായ ക്ഷമയുടെ മാതൃക, കാത്തിരിക്കാനുള്ള മാതൃക, നാളെ കഴിഞ്ഞ് തമ്പുരാന്റെ തിരുഹിതം പൂർത്തിയാകുമ്പോൾ നീ എൻ്റെ ഉള്ളിൽ ഉയർക്കുമെന്ന്, അതിനുശേഷം പെന്തക്കോസ്താ തിരുനാളിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിജ്വാലയായി എന്നിൽ തീ പിടിപ്പിക്കുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്ന് ക്ഷമയുടെ മാതൃകയായി തീർന്ന അമ്മേ, കർമ്മല മാതാവേ,
കർമ്മല ജീവിത ശൈലിയിൽ സമർപ്പണ ജീവിതം നയിക്കുന്നവരെ, ക്രിസ്തു ശിഷ്യത്വത്തിൻ്റെ വിവിധ മാർഗങ്ങളിൽ സമർപ്പണ ജീവിതം നയിക്കുന്ന ഏവരെയും ക്ഷമയുടെ ശരീരഭാഷ നൽകി അനുഗ്രഹിക്കണമേ. നമുക്ക് പരിശുദ്ധ അമ്മയോട് പാടി പ്രാർത്ഥിക്കാം. നിത്യസഹായ മാതേ, പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്കായി നീ, നിൻ മക്കൾ ഞങ്ങൾക്കായി നീ, പ്രാർത്ഥിക്കാൻ സ്നേഹനാഥേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.